അത് കഴിഞ്ഞിട്ട് അതല്ലാതെ തന്നെ ലീഷൻ, അതായത് ക്യാൻസർ പോലുള്ള എന്തെങ്കിലും, നമ്മൾ ക്യാൻസറായിട്ട് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലീഷൻ കാണുമ്പോൾ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യാറുണ്ട്. ആദ്യം ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻസിന് നമ്മൾ ന്യൂമോണിയ ഇൻഫെക്ഷനൊക്കെയാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം കഫം പരിശോധിക്കാനായിട്ട് വിടും. അപ്പോൾ നമ്മൾ കഫം TB ടെസ്റ്റിന്, അപ്പോൾ TB പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മൾ TB ടെസ്റ്റിന് വിടും, കഫം കൾച്ചറിന് വിടും. അപ്പോൾ ഇൻ കേസ് ഈ കഫത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് കൾച്ചർ പോസിറ്റീവ് ആവുകയോ അല്ലെങ്കിൽ TB പോസിറ്റീവ് ആവുകയോ ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചില പേഷ്യൻസിന് നമ്മൾ കഫം പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിലും കൾച്ചറിൽ നമുക്കൊരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടത്തില്ല. TB നമ്മൾ സസ്പെക്ട് ചെയ്താലും നമ്മൾ TB ടെസ്റ്റിന് വിടുന്ന സമയത്ത് TB ഡിറ്റക്റ്റ് ചെയ്യത്തില്ല കഫത്തിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മളൊരു ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ബാൽ വാഷിങ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ നിന്ന് നേരിട്ട് നമ്മൾ സാമ്പിൾ എടുത്ത് വിടുന്ന, സാമ്പിൾ നമ്മൾ ടെസ്റ്റിന് വിടുന്ന ഒരു ടെസ്റ്റാണ് ബ്രോങ്കോസ്കോപ്പി. അപ്പോൾ നമ്മൾ അത്